ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ജിയോളജിയിലെ മൊഡ്യൂൾ 4-ലെ ചില ടോപ്പിക്സുകളാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ ഒന്ന് പെട്രോളജി, റോക്ക് സൈക്കിൾ, ഇഗ്നിയസ് റോക്സ്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്സ്, മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ മൊഡ്യൂൾ 4-ൽ നമ്മൾ മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് റോക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ അതിൽ ഇഗ്നിയസ് റോക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ അതിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ട്. സ്ട്രക്ചർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പെട്രോളജി? പെട്രോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ജിയോളജി that studies the origin, composition, distribution and structure of rocks. റോക്സിനെ കുറിച്ച് ഉള്ള സ്റ്റഡിയാണ് പെട്രോളജി എന്ന് പറയുന്നത്. റോക്സിൻ്റെ ഒറിജിൻ, അതിൻ്റെ കെമിക്കൽ ആൻഡ് മിനറോളജിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സ്ട്രക്ചർ, ഇതിനൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്നൊരു പഠനശാഖയാണ് പെട്രോളജി എന്ന് പറയുന്നത്. A rock is an aggregate of one or more minerals. Some rocks are predominantly composed of just one mineral. റോക്ക് നമുക്കറിയാം, ഡിഫറെൻറ്റ് മിനറൽസ് കൂടി ചേർന്നിട്ടാണ് റോക്സ് ഫോം ചെയ്യുന്നത്. ചില റോക്സിൽ അബൌട്ട് 80% 1 മിനറൽ മാത്രമുള്ള റോക്സും ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ലൈം സ്റ്റോൺ, കമ്പോസ്ഡ് ഓഫ് മിനറൽ കാൽസൈറ്റ്. അബൌട്ട് 80% ഓഫ് ലൈം സ്റ്റോണിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് കാൽസൈറ്റ് എന്ന മിനറലാണ്. A thorough grasp of petrology is most essential for a civil engineer, as he deals with the various kind of rocks in construction of various civil engineering projects like building, roads, tunnels, dams. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു പെട്രോളജി, റോക്കിനെ കുറിച്ച് പഠിക്കുന്നത്? ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസിൽ റോക്സ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾസ് ലൈക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, റോഡ്സ്, ടണൽസ്, ഡാംസ്. വലിയ വലിയ ഡാംസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റോക്കിലേക്കാണ് അതിൻ്റെ ലോഡൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേപോലെ ടണൽ ത്രൂ ദ റോക്സിൻ്റെ ഉള്ളിലൂടെയൊക്കെ എക്സ്കവേഷൻസ് നടത്തിയിട്ടൊക്കെയാണ് ടണലൊക്കെ ഫോം ചെയ്യുന്നത്. അതേപോലെ റോഡ്സ്, ബിൽഡിങ്സ് ഒക്കെ പലപ്പോഴും നമുക്ക് റോക്കുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റോക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. On the basis of origin, rocks are divided into 3 groups: igneous rocks, sedimentary rocks and metamorphic rocks. റോക്സ് ഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് റോക്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. ഇപ്പോൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ ഫോമഡ് ഫ്രം ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ, മാഗ്മ ഓർ ലാവ. അപ്പോൾ ഹോട്ട് മോൾട്ടൺ, അതായത് മെൽറ്റ് ചെയ്തിട്ടുള്ള ഹോട്ട് മെറ്റീരിയൽ, നമ്മുടെ എർത്ത് സർഫസിൻ്റെ അല്ലെങ്കിൽ എർത്തിൻ്റെ ഇൻറ്റീരിയറിലുള്ള മോൾട്ടൺ സ്റ്റേറ്റിലുള്ള വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് മാഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്മ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ വോൾക്കാനോസിലൂടെയൊക്കെ എർത്തിൻ്റെ ഉപരിതലത്തിൽ വരുന്ന സമയത്താണ് നമ്മൾ അതിനെ ലാവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്മ ഓർ ലാവ ഫ്രീസ് ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. അത് കൂൾ ചെയ്ത് ഫ്രീസ് ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. Then sedimentary rocks formed from accumulation, compaction and consolidation of sediments. നമ്മൾ വെതറിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വെതറിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് സെഡിമെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ സെഡിമെൻറ്റ്സുകൾ ക്യാരി ഓവർ ചെയ്തിട്ട് എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്ത് അത് കോമ്പാക്ഷൻ നടക്കും. നാച്ചുറൽ കോമ്പാക്ഷൻ ആൻഡ് കൺസോളിഡേഷൻ നടന്നുകൊണ്ട് ആണ് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സെഡിമെൻറ്റ്സുകൾ ഒരു പാരൻ റോക്ക് എന്നാണ് ഓൾറെഡി സെഡിമെൻറ്റ്സുകൾ ഫോം ചെയ്യുന്നത്. വെതറിങ്ങിൻ്റെ ആക്ഷൻ, ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫറിക് ഏജൻസീസിൻ്റെയൊക്കെ ആക്ഷൻ കാരണം വെതറിങ് നടക്കുകയും ഈ സെഡിമെൻറ്റ്സുകൾ ക്യാരി ഓവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അവിടെ സെഡിമെൻറ്റ്സുകൾ ലെയർ ബൈ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ അത് നാച്ചുറൽ കോമ്പാക്ഷനും കൺസോളിഡേഷനൊക്കെ നടന്നിട്ട് ഒരു റോക്കായിട്ട് ഫോം ചെയ്യുന്നു. അത്തരം റോക്സിനെയാണ് നമ്മൾ സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേത് മെറ്റമോർഫിക് റോക്സ്. It is formed through operation of various types of metamorphic processes on pre-existing igneous and sedimentary rocks. ഓൾറെഡി ഉള്ള ഇഗ്നിയസ് സെഡിമെൻ്ററി റോക്സിൽ സം മെറ്റമോർഫിക് പ്രോസസ്സുകൾ നടന്ന്, അതായത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കാരണമൊക്കെ ഉണ്ടാകുന്ന മെറ്റമോർഫിക് പ്രോസസ്സുകൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഉള്ള റോക്സുകൾ ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു റോക്കാക്കി മാറുന്നു. അതാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോക്ക് സൈക്കിൾ, അതായത് ഒരു റോക്കിൽ നിന്ന് മറ്റൊരു റോക്കിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റോക്കിൻ്റെ സൈക്കിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ റോക്ക് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് പ്രോസസ്സസ് ദാറ്റ് ക്രിയേറ്റ് ആൻഡ് ട്രാൻസ്ഫോം ദ ടൈപ്സ് ഓഫ് റോക്സ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സുകൾ അതെങ്ങനെയാണ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റോക്കിൽ നിന്ന് മറ്റൊരു റോക്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് റോക്ക് സൈക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Igneous rocks can change into sedimentary rocks or into metamorphic rock, or sedimentary rock can change into metamorphic rock or into igneous rocks, or metamorphic rock can change into igneous or sedimentary rocks. അപ്പോൾ ഒരു റോക്ക് മറ്റ് ടൈപ്പ് ഓഫ് റോക്കിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇഗ്നിയസ് റോക്സ് നമുക്കറിയാം ഫോമഡ് ഫ്രം ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ത്രൂ ദ പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള മാഗ്മ ഓർ ലാവ കൂൾ ചെയ്ത് ക്രിസ്റ്റലൈസേഷൻ ഒക്കെ നടന്നിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് വേരിയസ് അറ്റ്മോസ്ഫിയറിക് ഏജൻസീസ് ലൈക്ക് വിൻഡ്, വാട്ടർ, ടെമ്പറേച്ചർ എക്സെട്ര, rock undergo weathering and break into small sediments. The wind or water can carry these sediments to another place, resulting in the deposition of sediments layer by layer. After a long time, the sediments can be cemented together to make sedimentary rocks. ഈ സെൻറ്റൻസിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു ഇഗ്നിയസ് റോക്സ് സെഡിമെൻ്ററി റോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫറിക് ഏജൻസീസ്, വിൻഡ്, വാട്ടർ, ടെമ്പറേച്ചറിൻ്റെയൊക്കെ ആക്ഷൻ ഭാഗമായിട്ട് ഓൾറെഡി ഉള്ള ഇഗ്നിയസ് റോക്സ് അത് വെതറിങ് ആക്ഷൻ നടക്കുകയും സെഡിമെൻസുകൾ ഫോം ചെയ്യുകയും ചെയ്യും. ഈ സെഡിമെൻസുകൾ വിൻഡ്, വാട്ടർ വഴി ക്യാരി ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ലെയർ ബൈ ലെയർ ഡെപ്പോസിഷൻ നടക്കുകയും അതിൽ കൺസോളിഡേഷൻ ആൻഡ് കോമ്പാക്ഷൻ, നാച്ചുറൽ കൺസോളിഡേഷൻ ആൻഡ് കോമ്പാക്ഷൻ നടന്നിട്ടാണ് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത്. റോക്ക് സൈക്കിളിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമുക്കറിയാം ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് മാഗ്മ, ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽസ് കൂൾ ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. ദെൻ ഇഗ്നിയസ് റോക്സിൻ്റെ വെതറിങ്ങിൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിക് ഏജൻസീസൊക്കെ ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെഡിമെൻസുകൾ ഫോം ചെയ്യുന്നു. സെഡിമെൻസുകൾ നാച്ചുറൽ കോമ്പാക്ഷനും ആൻഡ് കൺസോളിഡേഷനൊക്കെ നടന്നുകൊണ്ട് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നു. ദെൻ ഇഗ്നിയസ് റോക്സിലും അതേപോലെ സെഡിമെൻ്ററി റോക്സിലും ഹീറ്റ് ആൻഡ് പ്രഷർ ആക്ട് ചെയ്തിട്ട് കെമിക്കൽ ചേഞ്ചസുകൾ നടന്നിട്ടാണ് മെറ്റമോർഫിക് റോക്സ് നടക്കുന്നത്. മെറ്റാമോർഫോസിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ ചേഞ്ചസുകൾ നടന്ന് കെമിക്കൽ കോമ്പോസിഷനൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു ടൈപ്പ് ഓഫ് റോക്കായി മാറുന്നു. ദാറ്റ് ഈസ് മെറ്റാമോർഫിക് റോക്ക്. ദെൻ ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഇഗ്നിയസ് റോക്സും മെറ്റമോർഫിക് റോക്സും ഒക്കെ മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാഗ്മ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റോക്ക് സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ചുരുങ്ങിയ കാലം കൊണ്ട് നടക്കുന്നതല്ല, വർഷങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ റോക്സ് വെൻ സബ്ജക്റ്റഡ് ടു ഹീറ്റ് ആൻഡ് പ്രഷർ ചേഞ്ചസ് ഇറ്റ്സ് ഫോം ടു മെറ്റമോർഫിക് റോക്സ് ആൻഡ് ദീസ് മെറ്റമോർഫിക് റോക്സ് ആൻഡ് ഇഗ്നിയസ് റോക്സ് ആൻഡ് സെഡിമെൻ്ററി റോക്സ് അണ്ടർഗോ വെതറിംഗ്. As a part of weathering, sediments are formed and new sediments from these mountains can make new sedimentary rocks. And magma forms in the rock melt and the rock cycle never stops. റോക്സ്, പലതരം റോക്സ് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ അത് മെൽറ്റ് ചെയ്തിട്ടാണ് മാഗ്മ ഫോം ചെയ്യുന്നത്. മാഗ്മ വോൾക്കാനോസൊക്കെ വഴി പുറത്ത് വന്നിട്ട് അത് സോൾഡിഫൈ ചെയ്തിട്ട് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നു. ഇഗ്നിയസ് റോക്സ് എന്നും അതേപോലെ മെറ്റമോർഫിക് റോക്സ് ഒക്കെ വെതറിങ് ആക്ഷൻ്റെ ഭാഗമായിട്ട് സെഡിമെൻറ്റ്സ് ഫോം ചെയ്യുന്നു. സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് സെഡിമെൻറ്റ് റോക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റോക്ക് സൈക്കിൾ നടക്കുന്നത്. ദെൻ ഇഗ്നിയസ് റോക്സ്, നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് റോക്സിൽ ഫസ്റ്റ് വണ്ണാണ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. റോക്സ് ദാറ്റ് ഫോംഡ് ഫ്രം ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ, മാഗ്മ ഓർ ലാവ ത്രൂ ദ പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ ഈസ് കോൾഡ് ഇഗ്നിയസ് റോക്സ്. ആൻഡ് മാഗ്മ ഈസ് ദ hot molten material occurring naturally below the surface of the earth. Lava is the magma when erupted through the volcanoes. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാഗ്മ അല്ലെങ്കിൽ ലാവ സോളിഡിഫൈ ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. മാഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ താഴെ, അതായത് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഒക്കർ ചെയ്യുന്ന വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള മോൾട്ടൺ സ്റ്റേജിലുള്ള ഒരു മെറ്റീരിയലാണ് മാഗ്മ എന്ന് പറയുന്നത്. മാഗ്മ ത്രൂ വോൾക്കാനോസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയൊക്കെ എർത്തിൻ്റെ സർഫസിൽ വരുന്നു. അപ്പോൾ ആ സർഫസിൽ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലാവ എന്ന് പറയുന്നത്. ഈ മാഗ്മയും ലാവയും സോളിഡിഫൈ ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്.
ഇഗ്നിയസ് റോക്സ് എർത്തിൻ്റെ സർഫസിൽ മാത്രമല്ല ഫോം ചെയ്യുന്നത്, എർത്തിൻ്റെ സബ് സർഫസിലും, അതായത് സർഫസിൻ്റെ താഴെയും സോൾഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഗ്മ എർത്തിന് പുറത്ത് വരുന്നതിന് മുമ്പായിട്ട് സോൾഡിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയും ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നുണ്ട്. Igneous rocks shows great variation in chemical composition. However, silica is the dominant constituent of igneous rocks. Igneous റോക്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ്, ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സ് ചേർന്നിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും അതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ളത് സിലിക്കയാണ്. സിലിക്ക അബൌട്ട് 60% സിലിക്ക കണ്ടൻറ്റ് ഇഗ്നിയസ് റോക്സിലുണ്ട്. ആൻഡ് മോസ്റ്റ് കോമൺ മിനറൽസ് ഓഫ് ഇഗ്നിയസ് റോക്സ് ആർ ഫെൽസ്പാർ, ആംഫിബോൾസ്, പൈറോക്സിൻസ് ആൻഡ് ക്വാർട്സ്. ഇഗ്നിയസ് റോക്സിലുള്ള മെയിൻ ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത് ഈ 4 ഫെൽസ്പാർ, ആംഫിബോൾസ്, പൈറോക്സിൻസ് ആൻഡ് ക്വാർട്സ്. അതിൽ തന്നെ ഫെൽസ്പാർ ആണ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ളത്. അബൌട്ട് 60% ഫെൽസ്പാർ മിനറലുണ്ട്. അതുപോലെ ആംഫിബോൾസ് ആൻഡ് പൈറോക്സിൻസ് അബൌട്ട് 17% ആൻഡ് ക്വാർട്സ് അബൌട്ട് 12%. അത്രയും ഇഗ്നിയസ് റോക്സിൽ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇഗ്നിയസ് റോക്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 സബ് ഗ്രൂപ്പ്സ്. ഫസ്റ്റ് വൺ വോൾക്കാനിക് റോക്സ്, പ്ലൂട്ടോണിക് റോക്സ്, ഹൈപ്പാബേസൽ റോക്സ്. ഇഗ്നിയസ് റോക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, എർത്തിൻ്റെ സർഫസിലാണോ എർത്തിൻ്റെ ഇൻറ്റീരിയറിലാണോ എന്നതിനെ അപേക്ഷിച്ച് ഇഗ്നിയസ് റോക്സ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വോൾക്കാനിക് റോക്സ്, രണ്ടാമത്തേത് പ്ലൂട്ടോണിക് റോക്സ് ആൻഡ് തേർഡ് വൺ ഹൈപ്പാബേസൽ റോക്സ്. ഇതിൻ്റെ പേര് പോലെ തന്നെ വോൾക്കാനിക് റോക്സ് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻ വഴി ലാവ എർത്തിൻ്റെ സർഫസിൽ വരികയും എർത്തിൻ്റെ സർഫസിൽ അത് സോളിഡിഫൈ ചെയ്തിട്ട് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. And plutonic rocks forms about 7 to 10 km below the Earth's surface, and hyperbasal rocks forms about 2 km below the Earth's surface. അങ്ങനെ എർത്ത് സർഫസ് എവിടെയാണ് ഈ ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഫിഗറിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എർത്തിൻ്റെ സർഫസിന് കുറേ താഴെയായിട്ടാണ് മാഗ്മ ഫോം ചെയ്യുന്നത്. ഈ മാഗ്മ വോൾക്കാനോസ് വഴി അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലാവ എന്ന് പറയുന്നു. അപ്പോൾ എർത്തിൻ്റെ സർഫസിലാണ് അത് ഒന്ന് സോൾഡിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾക്ക് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നു. സോൾഡിഫൈ ചെയ്ത് റോക്സ് ഫോം ചെയ്യുന്നതിനെ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. ദെൻ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ എവിടെയെങ്കിലും ആണ് അത് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. അതായത് അബൌട്ട് 7 to 10 km താഴെ, എർത്ത് സർഫസിന് താഴെ അവിടെ ഏതെങ്കിലും ഗ്യാപ്സുകളിലൊക്കെ വന്നിട്ട് ഈ ഒരു മാഗ്മ വന്നിട്ട് സോൾഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നു. ദെൻ ഒരു ഇൻ്റർമീഡിയറ്റ് ഡെപ്തിലാണ്, എർത്ത് സർഫസിൽ നിന്ന് ഒരു 2 km താഴെയാണ് ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ആ ഒരു ഡെപ്തിലാണ് മാഗ്മ സോൾഡിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പാബേസൽ റോക്സ് എന്ന് പറയുന്നു. നമുക്ക് ഓരോ റോക്കിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. പ്ലൂട്ടോണിക് റോക്സ് ആൻഡ് ഹൈപ്പാബേസൽ റോക്ക് ആൻഡ് വോൾക്കാനിക് റോക്സ്. Volcanic rocks, these are formed on the surface of the earth by cooling and crystallization of lava erupted from the volcanoes. And since the lava cools down very fast rate, the grain size of the crystals formed in these rocks is very fine. അപ്പോൾ എർത്ത് നമുക്കറിയാം മാഗ്മ വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എർത്തിൻ്റെ സർഫസിൽ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അത് കൂൾ ചെയ്യുകയും പെട്ടെന്ന് സോൾഡിഫൈ ചെയ്യുകയും ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. Cooling of lava takes place on the surface or even under waters of seas and oceans, the later process being more common. ഈ ലാവ കൂളിംഗ് ചെയ്യുന്ന പ്രോസസ്സ് കൂടുതലായിട്ടും നടക്കുന്നത് സർഫസിനേക്കാട്ടിലും കൂടുതലും അണ്ടർ വാട്ടേഴ്സിലാണ്, വെള്ളത്തിൻ്റെ അടിയിൽ, അതായത് കടലിൻ്റെയും സമുദ്രത്തിൻ്റെയൊക്കെ താഴെത്തട്ടിലാണ് ഈ ഒരു പ്രോസസ്സ് കൂടുതലായിട്ടും നടക്കുന്നത്. ആൻഡ് വോൾക്കാനിക് റോക്സ് ആർ ലാർജ്ലി ഫൗണ്ട് ഇൻ ഡെക്കാൻ ട്രാപ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഈ ഒരു വോൾക്കാനിക് റോക്സ് കാണപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ വെസ്റ്റ് സ്ഥലങ്ങളിൽ, ഗുജറാത്ത്, മഹാരാഷ്ട്ര ആ ഒരു റീജിയൻസിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹിമാലയൻ റീജിയൻസിലും വോൾക്കാനിക് റോക്സ് കൂടുതലായിട്ട് കാണാം, അതായത് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന പ്ലേസസുകളാണ് അതൊക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്ലൂട്ടോണിക് റോക്ക്. The rocks are formed at considerable depth, generally between 7 to 10 km below the earth's surface. എർത്ത് സർഫസിൻ്റെ താഴെയാണ് ഇത്തരം റോക്സ് ഫോം ചെയ്യുന്നത്. മാഗ്മ കൂൾ ചെയ്തിട്ട്, മാഗ്മ സോളിഡിഫൈ ചെയ്തിട്ടാണ് ഇത്തരം പ്ലൂട്ടോണിക് റോക്സ് ഫോം ചെയ്യുന്നത്. പക്ഷേ എർത്തിൻ്റെ സർഫസിലല്ല. അബൌട്ട് 7 to 10 km ഫ്രം ദ എർത്ത് സർഫസ്, എർത്ത് സർഫസ് ഒന്ന് ഒരു 7 to 10 km താഴെയായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ബിക്കോസ് ഓഫ് വെരി സ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് അറ്റ് ദീസ് ഡെപ്ത്, ദ റോക്ക് റിസൾട്ടിങ് ഫ്രം മാഗ്മ ഈസ് ക്വയസ് ഗ്രൈൻഡ്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത് തന്നെ വളരെ സ്ലോലിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ സൈസ് ക്വയസ് ഗ്രൈൻഡ് ആണ്, ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഫോം ചെയ്യുന്നത്. മറ്റതിനെ അപേക്ഷിച്ച് വോൾക്കാനിക് റോക്സിനെ അപേക്ഷിച്ച് വോൾക്കാനിക് റോക്സിൽ വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആണ്, ക്രിസ്റ്റൽസ് വെരി ഫൈൻ ഗ്രെയിൻ സൈസ് ആണ്. അതേപോലെ പ്ലൂട്ടോണിക് റോക്സിൽ ക്വയസ് ഗ്രൈൻഡ്
crystals ആണ് ഫോം ചെയ്യുന്നത്. And these rocks get exposed on the surface of earth as a consequence of erosion of overlying strata. ചില സ്ഥലങ്ങളിൽ ഓവർലൈങ് സ്ട്രാറ്റ, അതിൻ്റെ മുകളിലുള്ള സോയിൽ കാലങ്ങളായിട്ട് ഇറോഷൻസ് ഒക്കെ സംഭവിച്ച് അങ്ങനെ ഈ ഒരു താഴെ കിടക്കുന്ന ഈ ഒരു റോക്ക് എക്സ്പോസ് ചെയ്യാറുണ്ട്. ആൻഡ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ്സ്, സയനൈറ്റ്സ് ആൻഡ് ഗാബ്രോൺസ് ആർ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് പ്ലൂട്ടോണിക് റോക്സ്. Then third type of igneous rocks is hypabasal rocks. It is formed at an intermediate depth, generally up to 2 km below the surface of the earth. സർഫസ് നിന്ന് ഒരു 2 km താഴെയൊക്കെയാണ് ഈ ഒരു ഹൈപ്പാബേസൽ റോക്സ് ഫോം ചെയ്യുന്നത്. ഇത് ഷോസ് മിക്സഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വോൾക്കാനിക് ആൻഡ് പ്ലൂട്ടോണിക് റോക്സ്. വോൾക്കാനിക് റോക്സിൻ്റെയും പ്ലൂട്ടോണിക് റോക്സിൻ്റെയും മിഡിലായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മിക്സഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് കാണിക്കുന്നുണ്ട്. ദീസ് റോക്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ മീഡിയം ഗ്രെയിൻസ്. അപ്പോൾ വളരെ ഫൈൻ സൈസുള്ള ഗ്രെയിൻസ് അല്ല, ക്വാസ് ഗ്രേസ്ഡ് സൈൻസും അല്ല, ക്വാസ് ഗ്രൈൻഡ് സൈസും അല്ല, ഒരു മീഡിയം ഗ്രെയിൻസ് ആണ് ഈ ഒരു ഹൈപ്പാബേസൽ റോക്സിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസിലേക്ക് പോവാണ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇഗ്നിയസ് റോക്സ്. നമ്മളിപ്പം പറഞ്ഞതും ചെറിയൊരു ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ ഏത് ഡെപ്തിലാണ് ഫോം ചെയ്യുന്നതിനെ അപേക്ഷിച്ചുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ദ ഒറിജിനാണ് ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സിനെ എങ്ങനെ അതിൻ്റെ കെമിക്കൽ കോമ്പോണൻസ് അല്ലെങ്കിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദ മോസ്റ്റ് കോമൺലി ഫോളോഡ് സിസ്റ്റം ഓഫ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ഗിവൺ ബൈ 4 American petrologists, Ross, Eddington, Prison and Washington. Hence, this classification is also called CIPW classification. 4 അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ CIPW ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് മിനറൽസ് കോൾഡ് നോം ഈസ് സെലക്റ്റഡ്. ഒരു നമുക്കറിയാം റോക്സ് ഫോം ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് മിനറൽസ് കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ കുറച്ചൊരു സ്റ്റാൻഡേർഡ് മിനറൽസിനെ സെലക്ട് ചെയ്തു, അതിനെ നോം എന്ന് പറയുന്നു. ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഗിവൺ റോക്ക് ഈസ് അൾട്ടിമേറ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് നോർമേറ്റീവ് മിനറൽസ്. അപ്പോൾ ഇതിൻ്റെ റോക്സിൻ്റെയൊക്കെ കെമിക്കൽ കോമ്പോസിഷൻ പറയുന്നത് ബേസ്ഡ് ഓൺ ദീസ് നോർമേറ്റീവ് മിനറൽസ്. ഈ സെലക്ട് ചെയ്തിട്ടുള്ള നോം മിനറൽസിനെ അതിൻ്റെ പേരിലാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ നെയിംസ് എക്സ്പ്രസ് ചെയ്യുന്നത്. The norm minerals are divided into 2 groups, salic and phemic minerals. The norm groups norm minerals അല്ലെങ്കിൽ നോർമാറ്റീവ് മിനറൽസ് രണ്ടും സെയിം ആണ്. ഈ നോർമാറ്റീവ് മിനറൽസിനെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാലിക് മിനറൽസും ആൻഡ് ഫെമിക് മിനറൽസും 2 ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നുള്ള പേര് വരാൻ കാരണം സിലിക്ക ആൻഡ് അലൂമിന കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള റോക്സ് ആണ്. അതേപോലെ ഫെമിക് എന്ന് പറയുന്ന സമയത്ത് ഫെറസ്, അയൺ ആൻഡ് മഗ്നീഷ്യം ഇത് രണ്ടും കൂടുതലായിട്ടുള്ള റോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ 2 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ദ സാലിക് മിനറൽസ് ഇൻക്ലൂഡ്സ് ക്വാർട്സ്, ഫെൽസ്പാർ, ഓർത്തോക്ലൈസ്, ആൽബൈറ്റ്, അനോർത്തൈറ്റ്, ലൂസൈറ്റ്, നെഫ്ലൈറ്റ്, കോറൻഡം ആൻഡ് സിർക്കോൺ, ഹാലൈറ്റ് എക്സെട്ര. ഇങ്ങനെ കുറച്ച് മിനറൽസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സാലിക് മിനറൽസ്, അതായത് സിലിക്ക ആൻഡ് അലൂമിനിയം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള മിനറൽസ്. അതേപോലെ ഫെമിക് മിനറൽസ് ഇൻക്ലൂഡ് അക്മൈറ്റ്, ഡയോപ്സൈഡ് ആൻഡ് ഹൈപ്പർതീൻ, ഒലിവീൻ, മാഗ്നറ്റൈറ്റ്, ക്രോമൈറ്റ്, ഹേമറ്റൈറ്റ്, പൈറൈറ്റ്, റൂട്ടിൽ എക്സെട്ര. അങ്ങനെ കുറച്ച് മിനറൽസിനെ ഫെമിക് മിനറൽസിൻ്റെ ഗ്രൂപ്പിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. In the CIPW classification, the igneous rocks are divided into 5 classes which have been named according to the salic phemic mineral ratio. അപ്പോൾ ഓരോ റോക്സിലെയും സാലിക് ഗ്രൂപ്പ്സിൻ്റെയും ഫെമിക് ഗ്രൂപ്പ്സിൻ്റെയും റേഷ്യോസ് വെച്ചിട്ട് അതിനെ 5 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു CIPW ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 5 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റോക്ക് എടുത്ത് അതിലുള്ള മിനറൽസ്, സാലിക് ആൻഡ് ഫെമിക് മിനറൽസ് രണ്ടിൻ്റെയും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. The convention is to use prefix per and do the normative group dominating in a given rock, signifying domination of high or moderate order respectively. അപ്പോൾ ഇതിൽ സാലിക് ആൻഡ് ഫെമിക് റേഷ്യോ കാണുന്ന സമയത്ത് ഏതാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു പ്രിഫിക്സ് പെർ ആഡ് ചെയ്യുന്നു. അത് ഹൈലി ഡോമിനേറ്റ് ചെയ്യുന്നതിന് പെർ ആഡ് ചെയ്യും. മോഡറേറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നതിന് ഫ്രണ്ടിലായിട്ട് ഡൂം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു 5 ക്ലാസ്സസ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് നോ പ്രിഫിക്സ് യൂസ്ഡ് വെൻ ബോത്ത് ഗ്രൂപ്പ്സ് ആർ ഈക്വലി റെപ്രസെൻറ്റഡ്. ഇപ്പോൾ സാലിക് ഗ്രൂപ്പ്സും ഫെമിക് ഗ്രൂപ്പ്സും ഈക്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രിഫിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ദ 5 ക്ലാസ്സസ് ആർ: if the salic phemic ratio is greater than 7
ഇറ്റ്സ് ക്ലാസ് നെയിം ഈസ് പെർ സാലിക്. അപ്പോൾ ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പം സാലിക് ഗ്രൂപ്പാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് പെർ ആഡ് ചെയ്തു, PER ആഡ് ചെയ്തു, അങ്ങനെ പെർ സാലിക് എന്നുള്ള പേര് വന്നു. ദെൻ സാലിക് ആൻഡ് ഫെമിക് റേഷ്യോ ഈസ് ഇൻ ബിറ്റ്വീൻ 7 to 1.66. ഇറ്റ് ഈസ് കോൾഡ് ഡു സാലിക്. ഇവിടെ മോഡറേറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നതും സാലിക് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഡു അതിൻ്റെ മുമ്പായിട്ട് കൊടുത്തു, ഡു സാലിക് എന്ന് വരുന്നു. ദെൻ 1.66 to 0.6. If the ratio is 1.66 to 0.6, then it is called സാൽഫെമിക്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പും ഡോമിനേറ്റ് ചെയ്യുന്നില്ല, രണ്ടും ഏകദേശം ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സാലിക്കിൻ്റെ സാലും ഫെമിക്കിൻ്റെ ഫെമിക് എന്ന് രണ്ട് ടേം കൂടെ ഒരുമിച്ച് സാൽഫെമിക് എന്ന് കാണിച്ചിട്ടുണ്ട്. ഹിയർ സാലിക് ഫെമിക് റേഷ്യോ 0.6 to 0.14 ആണ്. അതായത് ഇവിടെ ഫെമിക് ആണ് മോഡറേറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പേര് ഡു ഫെമിക് എന്നുള്ള പേര് വന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ, സാലിക് ഫെമിക് റേഷ്യോ ഈസ് ലെസ് ദാൻ 0.14, ഇറ്റ് ഈസ് കോൾഡ് ആസ് പെർ ഫെമിക്. ഇവിടെ ഫെമിക് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പെർ ഫെമിക് എന്നുള്ള, ഹൈലി ഡോമിനേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പെർ ഫെമിക് എന്നുള്ള പേര് കൊടുക്കുന്നു. ഇങ്ങനെ റോക്കിനെ 5 ക്ലാസ്സുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർസാലിക്, ഡൂസാലിക്, സാൽഫെമിക്, ഡൂഫെമിക് ആൻഡ് പെർഫെമിക്. ഇത് ബേസ്ഡ് ഓൺ ദ സാലിക് ആൻഡ് ഫെമിക് മിനറൽസ് റേഷ്യോ. സാലിക് മിനറൽസിൻ്റെയും ഫെമിക് മിനറൽസിൻ്റെയും റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻ, ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഇലാബറേറ്റ് ആൻഡ് ലെസ് ആക്യുറേറ്റ്. വളരെ ഇലാബറേറ്റ് ആണ്, അതുപോലെ തന്നെ ലെസ് ആക്യുറേറ്റ് ആണ്. കാരണം റോക്കിൽ ഒരുപാട് മിനറൽസ് ഉണ്ടാവും. അപ്പോൾ ഈ പെടുന്ന ഗ്രൂപ്പിൽ പെടാത്തതായിട്ടുള്ള മിനറൽസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വെരി ഇലാബറേറ്റീവ് ആൻഡ് ലെസ് ആക്യുറേറ്റ് ആണ്. ആൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ ഡസ് നോട്ട് റിഫ്ലക്ട് ദ കൂളിംഗ് ഹിസ്റ്ററി ഓഫ് റോക്ക്. അപ്പം ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് മാഗ്മ കൂൾ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കൂൾ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കൂടുന്നതും സ്പീഡ് കുറയുന്നതിനൊക്കെ അനുസരിച്ച് റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേരി ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ കൂളിംഗ് ഹിസ്റ്ററി ഓഫ് റോക്കിനെ എവിടെയും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, എവിടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ നോർമറ്റീവ് മിനറൽസ് ആർ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ് എ റോക്ക് ഫോമിംഗ് മിനറൽസ്. നമ്മൾ റോക്ക് ഫോമിംഗ് മിനറൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റോക്കിൽ മെയിനായിട്ട് വരുന്ന കൺസ്റ്റുവൻറ്റ് മിനറൽസാണ് റോക്ക് ഫോമിംഗ് മിനറൽസ്. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ നോർമേറ്റീവ് മിനറൽസ് ഇതൊന്നും റോക്ക് ഫോമിംഗ് മിനറൽസ് അല്ല, അല്ലെങ്കിൽ റോക്ക് ഫോമിംഗ് മിനറൽസ് ആയിട്ട് ഇമ്പോർട്ടൻസ് കുറവുള്ള മിനറൽസാണ്. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. മിനറലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സിലുള്ള മിനറൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ദിസ് ഈസ് എൻ ഈസി ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. വളരെ ഈസി ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് മിനറലോജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഓവർ എ വൈഡ് ഏരിയാസ് ദാറ്റ് ഓൺലി എ ഫ്യൂ മിനറൽസ് മേക്ക് ബൾക്ക് ഓഫ് ഇഗ്നിയസ് റോക്സ്. ദീസ് ആർ കോൾഡ് റോക്ക് ഫോമിംഗ് മിനറൽസ് ആൻഡ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 മെയിൻ ക്ലാസസ്. ഒരുപാട് മിനറൽസ് ഉണ്ട്. മിനറൽസുകളിൽ വളരെ ചുരുങ്ങിയ മിനറൽസ് കൂടി ചേർന്നിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം മിനറൽസിനെയാണ് നമ്മൾ റോക്ക് ഫോമിംഗ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റോക്ക് ഫോമിംഗ് മിനറൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഫെൽസിക് മിനറൽസ് ആൻഡ് മാഫിക് മിനറൽസ്. Felsic minerals, these are the generally in light in color and lower in density and include quartz, feldspar group and feldspathoid group of minerals. അപ്പോൾ ഫെൽസിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് കളറുള്ള ലോവർ ഡെൻസിറ്റി ഉള്ള മിനറൽസ് ആണ്. അതിന് എക്സാമ്പിൾസ് പറയുന്നത് ക്വാഡ്സും ഫെൽസ്പാർ ഗ്രൂപ്പ്സും ഫെൽസ്പാത്തോയിഡ് ഗ്രൂപ്പ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മിനറൽസ് ആണ് ഫെൽസിക് മിനറൽസിൽ വരുന്നത്. മാഫിക് മിനറൽസ് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡാർക്ക് ഇൻ കളറാണ് ആൻഡ് കമ്പാരിറ്റീവ്ലി ഹെവിയർ ഇൻ ഡെൻസിറ്റി. ഫെൽസിക് മിനറലിനെ അപേക്ഷിച്ച് വളരെ ഡെൻസിറ്റി കൂടിയിട്ടുള്ള മിനറൽസ് ആണ് മാഫിക് മിനറൽസ്. Mafic minerals includes ferromagnesian minerals such as amphiboles, pyroxenes, micas, olivine and oxides and iron etc. Oxides of iron etc. ഇത്തരം മിനറൽസ് ഒക്കെയാണ് മാഫിക് മിനറൽസിൽ വരുന്നത്. അപ്പോൾ ഈ ഫെൽസിക് മിനറൽസിനെയും മാഫിക് മിനറൽസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് റോക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് മിനറൽസ് ഓഫ് ദീസ് ഗ്രൂപ്പ് ഈസ് മെയ്ഡ് ദ ബേസിസ് ഓഫ് ഡിഫൈനിങ് ദ റോക്ക് ഡിവിഷൻസ്, ഗ്രൂപ്പ്സ് ആൻഡ് സീരീസ്. റോക്കിൻ്റെ മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദീസ് ടൈപ്പ് ഓഫ് മിനറൽസ്. ഫെൽസിക് മിനറൽസിൻ്റെയും മാഫിക് മിനറൽസിൻ്റെയും പ്രസൻസിനെ നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് റോക്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ കളർ ഇൻഡെക്സ്. ഈ കളേർഡ് മിനറൽസിൻ്റെ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ടോ അതിനനുസരിച്ച് കളർ ഇൻഡെക്സുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കളർ ഇൻഡെക്സിൻ്റെ ബേസിൽ റോക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സം ഓഫ് കളേർഡ് മിനറൽസ് ഇൻ എ റോക്ക് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ടേംസ് ഓഫ് ടോട്ടൽ മിനറോളജിക്കൽ കോമ്പോസിഷൻ ഈസ് കോൾഡ് കളർ ഇൻഡെക്സ്. ഒരു റോക്കിലുള്ള കളേർഡ് മിനറൽസിൻ്റെ പെർസെൻറ്റേജ്, സം ഓഫ് കളേർഡ് മിനറൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മിനറോളജിക്കൽ കോമ്പോസിഷൻ ഇൻ എ റോക്ക്.
അപ്പോൾ ടോട്ടലായിട്ട് കളേർഡ് മിനറൽസ് എത്രത്തോളം ഉണ്ട്, ടോട്ടൽ മിനറോളജിക്കൽ കോമ്പോസിഷനിൽ കളേർഡ് മിനറൽസ് എത്രത്തോളം ഉണ്ട്, അതിനെയാണ് നമ്മൾ കളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ കളർ ഇൻഡെക്സ് റോക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഇഫ് കളർ ഇൻഡെക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 to 30 the rock division is called leucocratic, and 31 to 60 it is mesocratic, and 61 to 100 it is melanocratic. അങ്ങനെ 3 രീതിയിൽ റോക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കളർ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ല്യൂക്കോക്രാറ്റിക്കിന് എക്സാമ്പിൾ പറയുന്നത് ഗ്രാനൈറ്റ്, ആൻഡ് മിസോക്രാറ്റിക്കിന് എക്സാമ്പിൾ പറയുന്നത് ഗാബ്രോ, ആൻഡ് മെലാനോക്രാറ്റിക്കിന് എക്സാമ്പിൾ പറയുന്നത് പെരിഡോടൈറ്റും. ഇപ്പോൾ സം ഓതേഴ്സ് ഡിസ്റ്റിംഗ്വിഷ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്സ് എക്സസീവ്ലി റിച്ച് ഇൻ മാഫിക് മിനറൽസ് വിത്ത് എ കളർ ഇൻഡെക്സ് അബവ് 90 ആസ് ഹൈപ്പർ മെലാനിക്കും. നമുക്കറിയാം മാഫിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളേർഡ് മിനറൽസ് ആണ്. അപ്പം ചില റോക്കുകൾ, ചില ഓതേഴ്സ് ചില ടൈപ്പ് ഓഫ് റോക്കിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടുണ്ട്. അതായത് മാഫിക് മിനറൽസ് വളരെ എക്സസീവ് ആയിട്ടുള്ള റോക്സ്. അപ്പോൾ അതിൻ്റെ കളർ ഇൻഡെക്സ് എബവ് 90 ആണ്. 90നെക്കാട്ടിൽ കൂടുതൽ കളർ ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കളേർഡ് മിനറൽസ് ഉള്ള റോക്ക് എന്നർത്ഥം. അപ്പോൾ 90ലും കൂടുതലുള്ള മിനറൽസിനെ ഹൈപ്പർ മെലാനിക് എന്നുള്ള പേരിൽ മറ്റൊരു ക്ലാസിഫിക്കേഷനും നടത്തിയിട്ടുണ്ട്. ഇതാണ് കളർ ഇൻഡെക്സിൻ്റെ ബേസിസിൽ റോക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെ പറയാം. കാരണം കളർ ഇൻഡെക്സ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കളേർഡ് മിനറൽസ്, പ്രസൻസ് ഓഫ് കളേർഡ് മിനറൽസ്. ആൻഡ് അനദർ ക്ലാസിഫിക്കേഷൻ, ഇതും മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ഷാൻഡ് എന്നുള്ള സയൻറ്റിസ്റ്റ് ആൻഡ് അതേഴ്സ്, ഷാൻഡ് ആൻഡ് അതേഴ്സ് ഡെവലപ്ഡ് മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ഇഗ്നിയസ് റോക്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിഡോമിനൻറ്റ് കെമിക്കൽ കോമ്പോസിഷൻ ആസ് എക്സ്പ്രസ്ഡ് ബൈ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് റോക്ക് ഫോമിംഗ് മിനറൽസ്. ദ റിസൾട്ട് ആസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സാച്ചുറേഷൻ വിത്ത് സിലിക്ക. ദീസ് ക്ലാസസ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ ദിസ് ബേസിസ്. ഓക്കെ, സിലിക്കയുടെ പ്രസൻസ് കെമിക്കൽ കോമ്പോസിഷൻ ആണ്, പക്ഷേ മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സിലിക്കയുടെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഷാൻഡ് ആൻഡ് അതേഴ്സ് സയൻറ്റിസ്റ്റുകൾ ഒരു 3 ക്ലാസിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. ഓവർ സാച്ചുറേറ്റഡ് ഓർ അസിഡിക് റോക്ക്, സിലിക്ക കണ്ടന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 66% ആൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അബണ്ടൻസ് ഓഫ് മിനറൽസ് ഓഫ് സിലിക്ക കോമ്പോസിഷൻ ആസ് ക്വാർട്സ് ആൻഡ് SiO2. കാർഡ്സിൻ്റെയും സിലിക്കയുടെയും പ്രസൻസ് എബൌട്ട് 66%ലും കൂടുതലുള്ള റോക്കിനെ നമ്മൾ ഓവർ സാച്ചുറേറ്റഡ് റോക്ക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് അസിഡിക് റോക്ക് എന്ന് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സാച്ചുറേറ്റഡ് ഓർ ബേസിക് റോക്ക്, ആൻഡ് ദി സിലിക്ക പെർസെൻറ്റേജ് ഈസ് ഇൻ ബിറ്റ്വീൻ 45 to 66. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് അണ്ടർ സാച്ചുറേറ്റഡ് ഓർ അൾട്രാ ബേസിക് റോക്ക്. ദീസ് റോക്സ് ആർ സിലിക്ക ഡെഫിഷ്യൻറ്റ് ഇഗ്നിയസ് റോക്സ്. സിലിക്ക പെർസെൻറ്റേജ് ഈസ് ലെസ് ദാൻ 45%. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ സിലിക്കയുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്, ലെസ് ദാൻ 45%. ഇങ്ങനെ സിലിക്കയുടെ പ്രസൻസ് അനുസരിച്ച്, സിലിക്കയുടെ പെർസെൻറ്റേജ് അനുസരിച്ച് റോക്കിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഓവർ സാച്ചുറേറ്റഡ് റോക്ക്, ആൻഡ് സാച്ചുറേറ്റഡ് റോക്ക്, ആൻഡ് അണ്ടർ സാച്ചുറേറ്റഡ് റോക്ക്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ കെമിക്കൽ ആൻഡ് മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് എക്സിബിറ്റഡ് ബൈ ഇഗ്നിയസ് റോക്സ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതേപോലെ മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചും എഴുതുക. ദെൻ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൂടെ ഇതിൽ ആഡ് ചെയ്യണം. ദെൻ ഡിസ്ക്രൈബ് ദ റോക്ക് സൈക്കിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് റോക്ക് സൈക്കിൾ. ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓരോ റോക്കും ഒരു റോക്കിൽ നിന്ന് മറ്റൊരു റോക്കിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, ഇഗ്നിയസ് റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇഗ്നിയസ് റോക്സ് എന്ന് സെഡിമെൻ്ററി റോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സെഡിമെൻ്ററി റോക്സ് എന്ന് മെറ്റമോർഫിക് റോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ ഒരു ഫിഗറൊക്കെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി 3 മാർക്കിന്. ഓക്കെ, താങ്ക് യു.